ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു സേഫ് ഈദ് മുബാറക്. അപ്പോൾ നമുക്ക് മൈലാഞ്ചി തന്നെ സ്റ്റാർട്ടാക്കാം അല്ലേ? മാരേജ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പെരുന്നാളിന് മൈലാഞ്ചി ഇടൽ സുന്നത്താണ്, അതായത് ഇസ്ലാമിൽ അനുവദനീയമാണ്. ഞാനും മൈലാഞ്ചി ഇട്ടിട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചുവന്നും ചെയ്തിരുന്നു. എനിക്ക് പ്രൊഫഷണലായിട്ട് മൈലാഞ്ചി ഇടാനൊന്നും അറിയില്ല, എന്നാലും ഞാൻ ഒപ്പിച്ചിട്ടിട്ടുണ്ട്. പെരുന്നാളെല്ലാം ആയാൽ അടുത്ത വീട്ടിലുള്ള കുട്ടികൾക്ക് ഒരു തട്ടിക്കൂട്ട് മൈലാഞ്ചി ഇട്ട് കൊടുക്കലുണ്ട്. പിന്നെ എൻ്റെ മൈലാഞ്ചി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കീപ്പ് വാച്ചിങ് ഗൈസ്. ഞാനിപ്രാവശ്യം നോമ്പിന് അത്താഴമൊക്കെ കഴിച്ച് എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടാണ് കിടക്കൽ. അപ്പോൾ പിന്നെ ഇന്ന് പെരുന്നാളിന് പ്രിപ്പറേഷൻ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. ഷംസുക്ക് ഉറങ്ങിയിട്ടില്ല. ഒരു 3-3:30 ടൈമിൽ ഞങ്ങൾ നല്ല സ്ട്രോങ് പാൽച്ചായയും പിന്നെ ഇറച്ചി കേക്കും ഉണ്ടാക്കി കഴിച്ച്. 2 മുട്ട ഉപയോഗിച്ചിട്ടുള്ളൊരു ഈസി റെസിപ്പിയാണ് ചെയ്തത്. ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ചെയ്യേണ്ട കേട്ടോ. 3-4 മുട്ട ഉപയോഗിച്ചിട്ട് ഞാൻ സിമ്പിളായിട്ട് എങ്ങനെ ഇറച്ചി കേക്ക് ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ രാത്രിയിൽ ഒരു വാനില ടീ കേക്ക് ഉണ്ടാക്കിയിരുന്നു. നോമ്പ് കഴിയല്ലേ, അപ്പോൾ പിന്നെ മധുരം കൊണ്ട് തന്നെ ഒരു വിട നൽകാൻ വിചാരിച്ച്. പിന്നെ മേലുള്ള കേക്ക്സിൻ്റെ ഫോട്ടോസ് ഇതിന് മുന്നേ ഞാൻ ചെയ്ത കേക്ക്സിൻ്റെ ഇതാണ് കേട്ടോ. വാനിലയും സ്ട്രോബെറിയും അങ്ങനെ കുറേ ഫ്ലേവേഴ്സ് ഞാൻ ചെയ്യലുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ടൊരു ചായ കുടിച്ച്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ പായസം റെഡിയാക്കി. നമ്മുടെ സാധാ സേമിയ പായസമാണ് ഞാൻ റെഡിയാക്കിയത്. പക്ഷേ സേമിയ നോർമലല്ല കേട്ടോ, വലിപ്പവും കട്ടിയൊക്കെ കുറച്ച് കൂടുതലാണ്. അത്യാവശ്യം നല്ലോണം വേവുള്ള ടൈപ്പ് സേമിയാണ്. എല്ലാത്തിൻ്റെയും വീഡിയോസ് ഞാൻ പിന്നീട് ഷെയർ ആക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് പായസം റെഡിയായേ. പിന്നെ ഞാൻ ബിരിയാണി പ്രിപ്പയർ ആക്കി. ഹാഫ് വേവാക്കിയ ചിക്കൻ മസാലയ്ക്ക് ഞാൻ 3/4 ഭാഗം വേവിച്ച ചോറ് ഇട്ടിട്ടാണ് ദമ്മിലിട്ടത്. നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈലുള്ള ചിക്കൻ ദം ബിരിയാണിയാണ്. ഒരുപാട് ചോറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ലെയറിലാണ് ദമ്മിലിട്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ 2-3 ലെയറിലാക്കിയിട്ടാണ് ദമ്മിലിടൽ. എൻ്റെ ഉമ്മ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റൈലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. സാധാരണ ചിക്കൻ മസാലയുടെ മേലെ വാഴയില വെക്കലുണ്ട് കേട്ടോ. വാഴയില കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടതാണ്. ദമ്മിലിടാൻ ബിരിയാണി മസാലയും കുരുമുളക് പൊടിയും കുറച്ച് നെയ്യും ചോറിലേക്ക് ചേർത്ത്, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കാഷ്യൂനട്ട്സും മുന്തിരിയും ചേർത്ത്. ലാസ്റ്റ് പിന്നെ കുറച്ച് പുതിനയിലയും മല്ലിച്ചപ്പും ചേർത്ത് ദമ്മിലിട്ട്. പിന്നെ ഞാൻ ബിരിയാണിക്ക് കോംബോ ആയിട്ട് ഉള്ളി സലാഡും തൈരുമാണ് എടുത്തത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഫുഡായിട്ട് ഉണ്ടാക്കിയത്. പക്ഷെ അല്ലാതെ തന്നെ ടേബിൾ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുസമ്പിയും പിന്നെ കുരു കളഞ്ഞ് പകരം ബദാം നിറച്ച കാരക്കയാണിത്. പിന്നെ ഞാൻ നട്ട്സ് എടുത്തിട്ടുണ്ട്, അതായത് പിസ്തയും കാഷ്യൂ നട്ട്സും മുന്തിരിയെല്ലാം എടുത്തിട്ടുണ്ട്. അതെല്ലാം റംസാൻ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് കേട്ടോ. എനിക്ക് 2 ടൈമിൽ കിട്ടിയ ഗിഫ്റ്റ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. 2ൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റിലുള്ള ചോക്ലേറ്റ്സ് റംസാൻ ഗിഫ്റ്റായിട്ട് കിട്ടിയ ജ്വൽസിൻ്റെ ചോക്ലേറ്റ്സ് ആണ്. മറ്റേ പ്ലേറ്റിലുള്ളത് ഞാൻ മജ്മയിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഷംസുഖൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടി കൊടുത്തയച്ചതാണ്. ഞാനിതെല്ലാം എടുത്തു വെച്ചത് ടേബിൾ നിറച്ച് ടേബിളൊന്ന് നല്ല അടിപൊളിയായി നിൽക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. എല്ലാം ഒന്നും കഴിക്കൂലല്ലോ. പിന്നെ ഞാൻ തൈരിൽ ഉപ്പും മല്ലിച്ചപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് മിക്സ്ഡ് നട്ട്സാണ്. പിന്നെ ഞാൻ ഉള്ളി സലാഡ് പ്രിപ്പയർ ആക്കിയിട്ടുണ്ടല്ലോ,
എനിക്ക് ഉള്ളി സലാഡ് നല്ല ഇഷ്ടമാണ്. ബിരിയാണിക്ക് അടിപൊളി കോമ്പാണ് ഉള്ളി സലാഡ്. ഞാൻ അധിക ടൈമിലും ഉണ്ടാക്കലുണ്ട്. ചെറുതായി കട്ട് ചെയ്ത മുളകും പിന്നെ സ്ലൈസസ് ആക്കിയ ഉള്ളിയും പിന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് എസൻസോ അല്ലെങ്കിൽ സുർക്കയോ ചേർത്തിട്ട് നമുക്ക് ഉള്ളി സലാഡ് റെഡിയാക്കി എടുക്കാം. സേമിയ പായസത്തിന് പിന്നെ ക്ലീശ ടേസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ മിക്സ് ആക്കുന്ന ഡ്രിങ്ക്സ് ഷംസുക്ക പറഞ്ഞു തന്നതാണ് എനിക്ക്. മെറിൻഡയും ലബനയും മിക്സാക്കി കുടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ലബന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സംഭാരം പോലെയുള്ള ടേസ്റ്റാണ്. അതിനെക്കാട്ടിൽ കുറച്ചും കൂടെ കട്ടി ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ചൂടിലൊക്കെ കുടിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് ഈ ലബന. നല്ലൊരു ദാഹശമനിയാണ്. പിന്നെ ഈ ബിരിയാണീൻ്റെ കൂടെ ഈ കോംബോ അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായി. ഫുഡ് ഞങ്ങൾ അപ്പുറത്തെ റൂമിലുള്ളവർക്കും കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ പെരുന്നാളായിട്ട് ഇത്ര ഐറ്റംസാണ് ഞങ്ങൾ പ്രിപ്പയർ ആക്കിയത്. കുറച്ച് ഐറ്റംസേ ഉള്ളെങ്കിലും ടേബിൾ ഞാൻ നിറച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ച് റെസ്റ്റ് എടുത്ത ശേഷം ഞാൻ മേലെ ടെറസിലേക്ക് ചുമ്മാ ഒന്ന് പോയി നോക്കി. റോഡിലെല്ലാം ഫുള്ള് കാലിയാണ്, ആരും ഇല്ല, വണ്ടിയൊന്നും അങ്ങനെ പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ 5 ഡേ 24 ഹവേഴ്സ് ലോക്ക്ഡൗൺ ആണല്ലോ, അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ. നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ, അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ.